ഹലോ ഗായ്സ്, എനിക്കിന്ന് ബാങ്കിൽ പോകണമായിരുന്നു കേട്ടോ. ഈ കൂടെയുള്ളത് എൻ്റെ സിസ്റ്ററാണ് കേട്ടോ, സ്വാതി. അവളെ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കും, ഇനി നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ എന്താ, ഞങ്ങൾ ബാങ്കിലെത്തി 2 മണിക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഫുഡ് കഴിക്കുന്ന ടൈമായിട്ട് ഞങ്ങളടുത്ത് പോയിട്ട് 2:30 വരാൻ പറഞ്ഞു. ആ ടൈം ഞങ്ങളിങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, കണ്ട് നോക്കണേ. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെയും പറയാം കേട്ടോ. നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ട്, എനിക്ക് വ്യൂസ് ഉണ്ട്, ഓക്കെയാണ്. പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. നിങ്ങളിപ്പോഴും കണ്ടില്ലേ, സ്റ്റിൽ 360 നിൽക്കുന്നേ ഉള്ളൂ. ഞാൻ എത്രയോ വീഡിയോസ് ഇട്ടു. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തൂടെ. അങ്ങനെ എന്തൊക്കെയോ വീഡിയോസ് എടുത്തിട്ടോ. പിന്നെ ഞങ്ങളുടെ കാട്ടാക്കടയിൽ ഒരു എക്സ്പോ നടക്കുന്നുണ്ട്, നമ്മുടെ മറൈൻ അക്കോ നടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചെന്തായാലും വന്നതല്ലേ, അപ്പം ആ ചേച്ചിമാരെ കൂടി കയറി കണ്ടിട്ട് പോകാം. പക്ഷേ എനിക്ക് 100% സാറ്റിസ്ഫാക്ഷൻ ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് തുടങ്ങിയിട്ട് കുറച്ച് ദിവസം കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അവരും ടയേർഡ് ആയിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കാം അവരധികം ഒന്നും എന്താ പറയുക, കൂടുതലൊന്നും എനിക്ക് കണ്ടിട്ട് തോന്നിയില്ല. അവർ കുറച്ച് ടൈം വരുന്നു, പെട്ടെന്ന് കയറി പോകുന്നു, വീണ്ടും വരുന്നു. ഒരു 5 മിനിറ്റ്, അതിൽ കൂടുതൽ ആ ഷോ ഉണ്ടായിരുന്നില്ല. 5 മിനിറ്റിൽ 2 പേരും ജസ്റ്റ് വരുന്നു, ഒരു ലവ് ചിഹ്നം കാണിക്കുന്നു, കയറി പോകുന്നു. ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ഞങ്ങൾ ഭയങ്കര എക്സ്പെക്റ്റേഷനിലാണ് പോയേട്ടോ. കാരണം ഞങ്ങൾ ഓൾറെഡി കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്, നമ്മുടെ കാട്ടാക്കടയിൽ മറൈനൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് ഈ ഭാഗമൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ചേച്ചി വന്നിട്ട്, ആ ചേച്ചി ഓൾറെഡി ക്യൂട്ടാട്ടോ, നല്ല അടിപൊളി ചേച്ചി. അപ്പോൾ ഇവരിങ്ങനെ നല്ല ഡൗൺ ആയിട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു ലവ് ചിഹ്നമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഓക്കെ. പക്ഷേ ആ ഒരു ടൈം 5 മിനിറ്റ്സിൽ എൻഡ് ചെയ്തപ്പോൾ, അതും ആ 5 മിനിറ്റ്സിനകത്ത് അവർ ഒരുപാടൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വന്നപ്പം കൊടുത്ത പൈസയ്ക്ക് 70 രൂപ കേട്ടോ അവിടെ ഫീസ്, വേറെ ഒന്നുമില്ല. 70 രൂപ ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ ഈ മറൈൻ എക്സ്പോയും ഒരു പേരിന് ഒരു തട്ടിക്കൂട്ട്, എന്താ പറയുക, പെറ്റ് ഷോയും ചെറിയൊരു കാർണിവൽ ബേസ് വരത്തില്ലേ, കുറച്ച് ഷോപ്പുകളും ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു റേറ്റിന് കുറച്ചുകൂടി ഞാൻ എക്സ്പെക്റ്റ് ചെയ്തു. അത് മേ ബി ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. കാരണം ഞങ്ങൾ കണ്ട വീഡിയോസിലെല്ലാം ഇവർ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. മേ ബി ഇത്രയും ദിവസമായില്ലേ, അവരും ടയേർഡായിട്ടുണ്ടാവാം, അതിൻ്റെ ആവാം. എനിവേ ഞങ്ങളിതെല്ലാം കണ്ടു, ഫുഡ് കഴിച്ച വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഫുഡൊക്കെ കഴിച്ചു, ഞങ്ങൾ വീട്ടിൽ പോന്നു. എനിവേ എനിക്ക് വേറൊന്നും പറയല്ല. എൻ്റെ വീഡിയോസ് കണ്ടിട്ട്, എൻ്റെ ചാനൽ കണ്ട് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമല്ലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ.